സോഫ്റ്റ് സിൽക്കാണ് സാരി. ക്രഷ് ബനാറസി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. കളർ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ. ഇതിൽ ഫുൾ ബോഡി ആ ഒരു ജെറി വുവൺ പാറ്റേണിലുള്ള മോട്ടീവ്സും ജാംദാനി മോട്ടീവ്സും വരുന്നുണ്ട്. ക്രഷ് ആണ്, ക്രഷ് സെമി ബനാറസി സിൽക്ക് സാരിയുടെ ഫാബ്രിക്. ഇതായിരിക്കും ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. അത് ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സോഫ്റ്റ് ക്രഷ് സിൽക്കാണ്. ഇതായിരിക്കും ആ ഒരു ജെറി വുവൺ മോട്ടീവ്സ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഓഫ് വൈറ്റ് ജെറിയും വരുന്നുണ്ട്, ഒരു ഡാർക്ക് പിങ്ക്, ഒരു ഗോൾഡൻ ജെറിയിലായിരിക്കും ആ ഒരു ജാൽ പാറ്റേണും ലീഫ് ഡിസൈൻസും വരുന്നത്. ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ഒരു ബനാറസി സ്റ്റൈലിൽ തന്നെയുള്ള ബോർഡർ വരുന്നുണ്ട്. അതേ പാറ്റേണിൽ തന്നെ ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ മുന്താണി. ഇതായിരിക്കും പല്ലു വരുന്നത്. ഞാൻ ബ്ലൗസ് കൂടി ക്ലോസറിൽ കാണിക്കാം. ബ്ലൗസും ബ്രൊക്കേഡിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ആ ഒരു ക്രഷ് ഫീലിൽ തന്നെ ബ്രൊക്കേഡിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്കാണ്, ക്രഷ് ബനാറസി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് നല്ല എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ വെയർ സാരിയാണ്. വെഡിങ് പോലുള്ള ഫംഗ്ഷനിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. എൻ്റയർ ബോഡിയും ഇതേ സ്റ്റൈലിൽ തന്നെ വരുന്നിട്ട് ഡബിൾ സൈഡിലും അതേ ആ ഒരു ബനാറസിയിൽ ടെമ്പിൾ പാറ്റേണിലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഒരു ആന്റിക് ബനാറസി സെറിയിലാണ് ആ ഒരു ക്രഷ് ഫീലുള്ള ബോർഡർ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. വിത്ത് ബ്രൊക്കേഡ് പല്ലു, ഷോർട്ട് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. മുന്താണിയുടെ അതേ സ്റ്റൈലിൽ തന്നെ ബ്രൊക്കേഡ് വീവിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളറ് പൗഡർ ബ്ലൂ, ക്രഷ് ബനാറസി സെമി സിൽക്ക് തന്നെ സാരിയുടെ കളർ വരുന്നത്. ഒരു അക്വാ ബ്ലൂ, പൗഡർ ബ്ലൂ, നമ്മളൊരു സീ ബ്ലൂ ഉണ്ടല്ലോ, സീ ബ്ലൂ പൗഡർ ബ്ലൂ കൂടി ചേർന്ന് നല്ലൊരു ബ്ലൂ ആണ് സാരി വരുന്നത്, ബേസ് വരുന്നത്. അതിലും ആ ജാംദാനി വുവൺ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും, ഫുൾ ആ ഒരു ത്രെഡ് വുവൺ പാറ്റേണിലായിരിക്കും ബോഡി വരുന്നത്. ബോർഡർ വരുന്നത് ആ ഒരു ക്രഷ് ഫീൽഡിൽ തന്നെ ആന്റിക് ബനാറസി ബോർഡർ. മുന്താണി ഇതായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഷോർട്ട് പല്ലു ആണ് സാരിക്ക് വരുന്നത്. അതേ ആ മുന്താണിയുടെ അതേ സ്റ്റൈലിൽ തന്നെയുള്ള ക്രഷ് ഫീൽഡിൽ തന്നെയുള്ള ബ്രൊക്കേഡ് വീവിലാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരിക്ക്. നെക്സ്റ്റ് കളർ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ജാംദാനി വുവൺ സ്റ്റൈലിൽ നല്ല പാറ്റേണിലാണ് സാരിയുടെ ഒരു ഡാർക്ക് പിങ്ക്, ഗ്രീൻ, വയലറ്റ്, ഒരു ലാവൻഡർ ടോണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും ആ ഒരു ഗോൾഡൻ പാറ്റേണിലാണ് ആ ഒരു ജാൽ ഡിസൈൻസും വരുന്നത്. ആ ഒരു ക്രഷ് ഫീൽഡിൽ തന്നെയാണ് എല്ലാ സാരിയുടെയും ബോർഡറും ബോഡി എല്ലാം വരുന്നത്. വിത്ത് ബനാറസി ബോർഡർ, ഷോർട്ട് ബ്രൊക്കേഡ് പല്ലു ആൻഡ് ബ്രൊക്കേഡ് ബ്ലൗസ്. വീണ്ടും നല്ലൊരു റയർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഗ്രേ ആണ് സാരിയുടെ ടോൺ, ഒരു ഗ്രീൻ ടിൻറ്റഡ് ഗ്രേ ആണ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഒരു ജാംദാനി വുവൺ ഡിസൈൻസ് വരുന്നത്. ഇതിനെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം, കാരണം നല്ല മൾട്ടി കളറിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ആ ഒരു ടോണിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ സാരി വേറൊരു ലുക്ക് ആയിരിക്കും വരുന്നത്. ഇതിന് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇതിന് ഈ ഒരു ലാവൻഡർ ടോൺ ഉണ്ടല്ലോ, വയലറ്റ് ബ്ലെൻഡഡ് ലാവൻഡർ, അതിൻ്റെ എല്ലാം നല്ലൊരു സിൽക്ക് ബ്ലൗസ് ഒക്കെ ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ സാരി കുറച്ചും കൂടി ഇത് ഹൈലൈറ്റ് ചെയ്ത് വരും. അതല്ല സെൽഫായിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ്, ബ്രൊക്കേഡ് വീവിലെ ബ്ലൗസ് വരുന്നുണ്ട്. ആ മുന്താണിയിൽ വരുന്ന ഏത് വീവാണോ അതേ വീവിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. ഇതിന്റെ ബോഡി ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ആ ഷോർട്ട് പല്ലു വിത്ത് ബ്ലൗസ്. എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് നല്ല നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത് സാരീസ്. ഇത് വരുന്നത് നല്ലൊരു റസ്റ്റിക് ഓറഞ്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. റസ്റ്റിക് ഓറഞ്ച് സെയിം അതേ ഫീലിൽ തന്നെ ക്രഷ് ബനാറസി സിൽക്കാണ്, ഒരു ക്രഷ് ഫോമിൽ വരുന്ന സിൽക്കാണ് സാരി വരുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ് സാരി വരുന്നത്. ഇതിനും അതേ പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ജാംദാനി ഡിസൈൻസ് മാറി മാറി വരും. ഇതിൽ വരുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആണ് സാരിക്ക് വരുന്നത്. ഫുൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ സാരീസിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ആക്സസറീസിന്റെ ആവശ്യം തന്നെ ഇല്ല. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നെക്ക് പീസ് ഒന്നും വേണ്ട ഇതിന്, കാരണം നല്ല റിച്ച് ലുക്കിലാണ് സാരി വരുന്നത്. ബോർഡർ നല്ല പാറ്റേണിൽ വരുന്നതുകൊണ്ട് നെക്ക് പീസ് ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊരു ഇയർ റിംഗ് മാത്രം മതിയാവും. അതായിരിക്കും കൂടുതൽ ഒരു എലഗൻ ലുക്ക് അതായിരിക്കും സാരിക്ക് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ടെമ്പിൾ പാറ്റേണിലാണ് രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ട് അതേ പാറ്റേണിൽ തന്നെയുള്ള ബ്രൊക്കേഡ് വീവിലുള്ള ഷോർട്ട് പല്ലു, സെയിം സ്റ്റൈൽ ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ്. നെക്സ്റ്റ് സാരി പേൾ ക്രീം. പേൾ ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ ബേബി പിങ്ക് ആണ്. ബേബി പിങ്കും ആന്റി ഗോൾഡൻ ജെറിയിലുമാണ് സാരിയിൽ ആ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് സാരിയിൽ ആ ഒരു ജാംദാനി വുവൺ പാറ്റേൺസ് വന്നിരിക്കുന്നത്. അത് കൂടാതെ ഇതിന്റെ ബോഡിയിൽ വരുമ്പോൾ ലൈൻസ് വരുന്നുണ്ട്. ഞാൻ ക്ലോസറിൽ കാണിക്കാം വർക്ക്. ഇതിലൊരു ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ പാറ്റേൺസ് വന്നിട്ട് അതിലാണ് ഈ ഒരു ജാംദാനി വുവൺ മോട്ടീവ്സ് വരുന്നത്. ക്രഷ് ബനാറസി സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. 1 ലെയർ ഇതായിരിക്കും. 1 ലെയറിൽ ട്രാൻസ്പെറൻറ്റ് അല്ല സാരി. വളരെ കംഫർട്ടബിൾ ആണ് സാരിയുടെ ഫാബ്രിക്. സോഫ്റ്റ് സിൽക്കിൽ അതേ ക്രഷ് ഫോമിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഷോർട്ട് പല്ലു, ഇതാണ് സാരിയുടെ പല്ലു, ബ്ലൗസ്. ഈ സാരീസ് നമുക്ക് വെഡിങ് പോലുള്ള ഫംഗ്ഷൻ ആപ്റ്റ് ആണ്. ഈ സാരി വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. അതല്ല നമുക്ക് ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലെ ചർച്ച് സെറമണീസിനും എല്ലാം ആപ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ് ആണ്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ഇതിനും ഈ ഒരു ബേബി പിങ്ക് ബ്ലൗസ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. സാരിയുടെ കൂടെ ബ്രൊക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട്.
അടുത്ത കളർ പാലറ്റ് സെയിം തന്നെ, പേൾ ക്രീം തന്നെയാണ്. ക്രഷ് ബനാറസി സിൽക്ക് തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ ആ ഒരു ജാംദാനി ത്രെഡ് വുവൻ സ്റ്റൈലിൽ പാറ്റേണിലും മാറ്റം വന്നിട്ടുണ്ട്, കളർ പാലറ്റ് മാറ്റിയിട്ടുണ്ട്. റസ്റ്റിക് ഓറഞ്ച് ആണ്, റസ്റ്റിക് ഓറഞ്ചും ഗ്രേയും കൂടിയുള്ള പാറ്റേണിലാണ് ആ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഇതിനും ഈ റസ്റ്റിക് ഓറഞ്ചിലെ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്താൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും. സെയിം സ്റ്റൈൽ ബനാറസി സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ആന്റിക് സെറിയിലായിരിക്കും ബോർഡർ വരുന്നത്, ഒട്ടും ഫ്ലാഷി അല്ല. പല്ലു ആ ഒരു ബ്രൊക്കേഡ് വീവിലൂടെ ഷോർട്ട് പല്ലു, ബ്രൊക്കേഡിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഈ ഒരു ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിച്ച് ലുക്ക് ആയിരിക്കും. നമുക്ക് ഫംഗ്ഷനിൽ ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു ലുക്ക് ആയിരിക്കും ആ ഒരു ക്രഷ് ഫീലുള്ള ബനാറസി ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ. അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു റസ്റ്റിക് ടോണിലുള്ള ബ്ലൗസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്, സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പേസ്റ്റൽ ബേബി പിങ്ക് തന്നെയാണ് സാരിയുടെ കളർ. ഇതിലും ഫുൾ ബോഡി ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു സെറി വുവൻ മോട്ടീവ്സ് വരുന്നുണ്ട്. സാരിയിൽ ഒരു വൈറ്റ് ത്രെഡും വരുന്നുണ്ട്, ഒരു ആന്റി ഗോൾഡൻ സെറിയിലുള്ള ഒരു ത്രെഡ് വുവൻ പാറ്റേണിലാണ്, ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വരുന്നത്. ഞാൻ 1 ലെയറിലും സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് സിൽക്കാണ്. ഇതായിരിക്കും 1 ലെയറിൽ സാരി. ആ ഒരു വുവൻ പാറ്റേണിലുള്ള ഡിസൈൻസും നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിലാണ് ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഒരു ഓഫ് വൈറ്റും ഗോൾഡും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു ഡിസൈൻസ് വരുന്നത്. ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്, ഒരു ബനാറസി ബോർഡർ, സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ബ്രൊക്കേഡിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഒരു ഷോർട്ട് മുന്താണി വരുന്നുണ്ട് ബ്രൊക്കേഡ് വീവില്, അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസും വരുന്നത്. ഇതാണ് മുന്താണി ബ്ലൗസ്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ, ആ ഒരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും. ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ സെറിയിൽ നല്ലൊരു ലീഫ് പാറ്റേണിൽ, ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിലും എല്ലാമാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്, വിത്ത് റണ്ണിങ് ബ്ലൗസ് ആൻഡ് റണ്ണിങ് പല്ലു. നെക്സ്റ്റ് കളർ ലാവൻഡർ. ലാവൻഡറിലാണ് സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു സെറി വുവൻ പാറ്റേൺ എല്ലാം സെയിം, അതേ ആ ഒരു ഓഫ് വൈറ്റും ഗോൾഡൻ സെറിയിലും ആയിരിക്കും ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വിത്ത് ബ്രൊക്കേഡ് ഷോർട്ട് പല്ലു ആൻഡ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്നത് നല്ലൊരു പേൾ ക്രീമാണ്. പേൾ ക്രീം ഒരു ഓഫ് വൈറ്റും പേൾ ക്രീമും കൂടി ചേർന്നിരുന്നത് നല്ലൊരു ഷെയ്ഡാണ്. വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ, ആ ഗോൾഡ് ആൻഡ് ഓഫ് വൈറ്റിൽ തന്നെയായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം. ഇതായിരിക്കും ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്, വിത്ത് ബനാറസി ബോർഡർ, ബ്രൊക്കേഡ് വീവിൽ തന്നെയുള്ള ഷോർട്ട് പല്ലു, സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് പല്ലുവും ബ്ലൗസും വരുന്നത്. ബോഡി വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും വരുന്നത്.